സെബി മേധാവിക്കെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് പിന്നാലെ അദാനിയുടെ ഓഹരികൾ നഷ്ടത്തിൽ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അദാനിയുടെ ഷെൽ കമ്പനിയിൽ സെബി ചെയർപേഴ്സൺ മാധബി ബുച്ചിന് നിക്ഷേപമുണ്ടെന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ രാജ്യത്ത് വിവാദം പുകയുകയാണ്. മാധബി ബുച്ചിന്റെയും ഭർത്താവിന്റെയും കൺസൾട്ടൻസി സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്ന് ഹിൻഡൻബർഗ് ആവശ്യപ്പെട്ടു. സിംഗപ്പൂരും ഇന്ത്യയും ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൺസൾട്ടൻസി സ്ഥാപനങ്ങളുടെ അടക്കം വിവരങ്ങൾ പുറത്തുവിടുമോ എന്നാണ് ഹിൻഡൻബർഗിന്റെ ചോദ്യം. സെബി അധ്യക്ഷ സുതാര്യമായ പൊതു അന്വേഷണത്തെ നേരിടാൻ തയ്യാറാകുമോ എന്നും ഹിൻഡൻബർഗ് ചോദിച്ചു. അദാനി ഗ്രൂപ്പുമായി ബന്ധമുള്ള കടലാസ് കമ്പനികളിൽ സെബി ചെയർപേഴ്സൺ മാധബിയും ഭർത്താവും നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നാണ് ഹിൻഡൻബർഗിന്റെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ. ബർമുഡ, മൗറീഷ്യസ് എന്നിവിടങ്ങളിലെ കടലാസ് കമ്പനികളിൽ ഇവർ നിക്ഷേപം നടത്തിയെന്നും ഈ കമ്പനികൾ പിന്നീട് അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ പങ്കാളികളായെന്നുമാണ് ഹിൻഡൻബർഗ് ആരോപിക്കുന്നത്. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മാധബി ബുച്ച് രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷ കക്ഷികളുടെ ആവശ്യം. ഒപ്പം അന്വേഷണത്തിന് പാർലമെന്ററി സമിതിയെ നിയോഗിക്കണമെന്നും വിഷയത്തിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. ബി.ജെ.പിക്ക് ഇതിലുള്ള പങ്ക് എന്താണെന്ന് തെളിയണമെന്നും മാധബി ബുച്ചിനെ സെബി ചെയർപേഴ്സൺ ആക്കിയത് അദാനിയുടെ നിർദ്ദേശപ്രകാരമാണോ എന്നും അന്വേഷിക്കണം. മാധബി ബുച്ച് കുറ്റം ചെയ്തെന്ന് വ്യക്തമായിട്ടും ഇപ്പോഴും പദവിയിൽ തുടരുകയാണ്. നടന്നത് വലിയ അഴിമതിയാണെന്നും ക്രിമിനൽ ഗൂഢാലോചനയാണെന്നും കോൺഗ്രസ് വക്താവ് സുപ്രിയ സീനേത് ആരോപിക്കുന്നു. അതേസമയം ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷമുള്ള ആദ്യ വ്യാപാര ദിനത്തിന്റെ തുടക്കത്തിൽ തന്നെ അദാനി എന്റർപ്രൈസസിന് തിരിച്ചടിയേൽക്കുകയാണ്. സെൻസെക്സും നിഫ്റ്റിയും നഷ്ടത്തോടെയാണ് വ്യാപാരം തുടങ്ങിയത്. അദാനിയുടെ ഓഹരികളെല്ലാം നിലവിൽ നഷ്ടത്തിലാണ്. എന്നാൽ ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ തള്ളി സെബി രംഗത്ത് വന്നിരുന്നു. അദാനി ഗ്രൂപ്പിനെതിരായ ആരോപണങ്ങൾ കൃത്യമായി അന്വേഷിച്ചെന്നാണ് സെബി നൽകുന്ന വിശദീകരണം.